നമസ്കാരം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലും തുടരുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിൽ സുപ്രധാന യോഗം ചേർന്നിരുന്നു. യമനിലെ പ്രസിദ്ധ സൂഫി ഗുരു ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫിളിൻ്റെ നേതൃത്വത്തിലാണ് അടിയന്തര ചർച്ചകൾ നടന്നത്. ആ ചർച്ച ഇന്നും തുടരും. ഇന്നലെ രാത്രി വൈകിയും ചർച്ച നടന്നെങ്കിലും തലാലിൻ്റെ കുടുംബം പ്രതികരണം അറിയിച്ചിട്ടില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് ചർച്ചകൾ നടക്കുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബവുമായി ചർച്ച നടത്തിയത് യമനിലെ സുന്നി പണ്ഡിതനാണ്. എന്നാൽ ദയാധനം സംബന്ധിച്ച് ഒരു പ്രതികരണവും കുടുംബം ഇതുവരെ അറിയിച്ചിട്ടില്ല. ദയാധനം നൽകാമെന്നും മാപ്പ് നൽകണമെന്നുമുള്ള അഭ്യർത്ഥനയോട് കുടുംബം അനുകൂലമായി പ്രതികരിച്ചാൽ നിമിഷപ്രിയയ്ക്ക് അനുകൂല സാഹചര്യം ഒരുങ്ങും. ചർച്ചകൾ ആശാവഹമാണെന്നും ഇന്ന് നടക്കുന്ന തുടർ ചർച്ചയിൽ സന്തോഷകരമായ അന്തിമ തീരുമാനം പ്രതീക്ഷിക്കാമെന്നും പ്രതിനിധി സംഘം കാന്തപുരത്തെ അറിയിച്ചു. കുടുംബങ്ങൾക്കിടയിൽ ഏക അഭിപ്രായത്തിലേക്ക് എത്തിക്കാനും അതുവരെ ശിക്ഷ നീട്ടിവെക്കാനുമുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ ആക്ഷൻ കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തി. ആക്ഷൻ കമ്മിറ്റി നേതാക്കളാണ് കാന്തപുരത്തെ സന്ദർശിച്ച് നന്ദി രേഖപ്പെടുത്തിയത്. നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ടുള്ള ഇടപെടലുകളും ചർച്ചകളും പുരോഗമിക്കുകയാണ്. ദയാധനം വാങ്ങി മാപ്പ് നൽകാൻ കുടുംബം തയ്യാറായാൽ ആ കാര്യം കോടതിയെ അറിയിക്കുകയും വധശിക്ഷ നിർത്തിവെക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും. ഇത് സാധ്യമായാൽ ദയാധനം നൽകാൻ സാവകാശം ലഭിക്കും. വടക്കൻ യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഷൈഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്ഹൂർ, യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജി, തലാലിന്റെ സഹോദരൻ, ഗോത്ര തലവന്മാർ എന്നിവരാണ് പങ്കെടുത്തത്. ബ്ലഡ് മണി സ്വീകരിച്ച് തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണം എന്നാണ് ചർച്ചയിലെ നിർദ്ദേശം. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മോചനം സാധ്യമാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ തിങ്കളാഴ്ചത്തെ ചർച്ചയിൽ ദയാധനം സ്വീകരിക്കുന്നതിനോട് തലാലിന്റെ കുടുംബം അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിഷയത്തിൽ ഇടപെട്ടത്. വധശിക്ഷ നടപ്പിലാക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് നിർണായക നീക്കങ്ങൾ നടക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിക്ക് നിവേദനം നൽകിയിരുന്നു. വധശിക്ഷ മാറ്റിവെക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ കൗൺസിലാണ് നിവേദനം നൽകിയത്. സേവ് നിമിഷപ്രിയ ഗ്ലോബൽ ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ദീവ ജോസഫാണ് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾദോ ജിറലയ്ക്ക് നിവേദനം നൽകിയത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനാകില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഒഴിവാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ദയാധനം സ്വീകരിക്കുന്നതിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പരിമിതിയുണ്ടെന്നും AG സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. വധശിക്ഷ നടപ്പായാൽ സങ്കടകരമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ദയാധനം സ്വീകരിക്കാൻ മരിച്ചവരുടെ കുടുംബം തയ്യാറാകാതെ മറ്റ് ചർച്ചകളിൽ കാര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിഷയത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ദയാധനം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ വധശിക്ഷ നീട്ടിവെക്കണമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ യമനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബുധനാഴ്ചയാണ് വധശിക്ഷ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. 2017 ജൂലൈയിലായിരുന്നു നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് അബ്ദു മഹദിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചത്. ഈ കേസിലാണ് യുവതി വധശിക്ഷ നേരിടുന്നത്. യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷ പറഞ്ഞത്. തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. കേസിൽ 2017 മുതൽ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ. കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും 2018 വധശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു. കീഴ്ക്കോടതി വിധി യമനിലെ സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്തി മകളുടെ മോചനത്തിനു വേണ്ടി ശ്രമം നടത്തിയിരുന്നു.